വളാഞ്ചേരിയിലെ പ്രമുഖ സ്ഥാപനമായ ബെറ്റർ എംപ്ലോയി ക്യാമ്പസിൽ 2025-26 വർഷത്തെ ഇന്റീരിയർ ഡിസൈനിംഗ് ഫ്രഷേഴ്സ് ഡേ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. മുകുന്ദൻ അസോസിയേറ്റ്സ് സ്ഥാപകൻ മുകുന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ശേഷം മുകുന്ദൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആദ്യമായിട്ട് തന്നെ പുതുതായി ബെറ്റർ എംപ്ലോയിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ഫ്രഷേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം നിലവിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മൾ ഇത്തരത്തിലുള്ളൊരു വേദി സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ബെറ്റർ എംപ്ലോയി മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു 10-25 കൊല്ലത്തോളമായി വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ബെറ്റർ എംപ്ലോയി ഒരു മികച്ച സ്ഥാപനമായി നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ വാല്യൂ മനസ്സിലാവും. എന്തുകൊണ്ട് ബെറ്റർ എംപ്ലോയി ഈസ് ബെറ്റർ ദാൻ അതേഴ്സ്. ഇത്രയും നീണ്ട കാലയളവിൽ ധാരാളം കുട്ടികൾക്ക് അവരുടെ കരിയർ മെച്ചപ്പെടുത്താനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ ബെറ്റർ എംപ്ലോയി നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ എംപ്ലോയി മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയി വരുന്നത്. ബെറ്റർ എംപ്ലോയി പൂർവ്വ വിദ്യാർത്ഥികളായ നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന നൂറുദ്ദീൻ, ഇസ്മായിൽ എന്നിവർ തങ്ങളുടെ തൊഴിൽപരമായ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. 12 വർഷം മുമ്പ് ഞാൻ ഇപ്പോഴും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ ഞാൻ വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് വെച്ചു. അതൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ട് ഈ ഒരു കണക്ഷനിൽ നമുക്കുണ്ടായ സ്വാഭാവികങ്ങളാണ്. ഞാൻ ഒരുപാട് അങ്ങ് ഉയരത്തിലാണെന്നല്ല പറയുന്നത്. നമുക്ക് ജീവിച്ചു പോകാനുള്ള അത്യാവശ്യം ഗ്രൗണ്ട് ഇപ്പോഴുണ്ട്. അതെനിക്ക് ഉറപ്പുവരാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അതുപോലെ യു എയിൽ ഞങ്ങൾ ഒരു 2018 തോന്നുന്നുണ്ട് ഒരു എല്ലാവരും ഗെറ്റ് ടുഗദർ വെച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ആളുകൾ യു എയിൽ കൂടെ ഗെറ്റ് ടുഗദറായി കൂടി വരാൻ ആള് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ വലുപ്പമാണ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളൊരു റിസോർട്ടൊക്കെ ആണ് അന്ന് അവിടെ പരിപാടി വെച്ച്. ഇവര് എല്ലാരും പറയുന്നത് ഇന്റീരിയർ ഡിസൈനിങ് എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ഒരു ഇന്റീരിയർ ഡിസൈനിങ് അല്ല. നമ്മൾ ശരിക്ക് ആർക്കിടെക്ചറൽ വിഷ്വലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇറങ്ങാൻ പോകുന്നത്. ഈ ഒരു ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ ചെയ്യുന്നൊരു പണിയാവില്ല ഇസ്മായിൽ ചെയ്യുന്നത്. കോഴ്സ് ഞങ്ങൾ രണ്ടാളും ഒരു ക്ലാസ്സിലിരുന്ന് കേട്ട് പഠിച്ചു പോയ ആൾക്കാരാണ്. പക്ഷെ ജോലി ചെയ്യുമ്പോൾ പല ആളുകളും പല കാറ്റഗറിയിലാണ് ജോലി ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിലവിലെ തൊഴിൽ രംഗത്തെ സാധ്യതകളെക്കുറിച്ചും ബെറ്റർ എംപ്ലോയി വഴി വിദ്യാർത്ഥികൾക്ക് വിവിധ തൊഴിലവസരങ്ങൾ എങ്ങനെ ലഭ്യമാക്കുന്നു എന്നതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു. വിഷ്വലൈസിംഗ്, ഫിറ്റ്-ഔട്ട്, തിയേറ്റർ, കൺവെൻഷൻ സെന്റർ, ഹോം തിയേറ്റർ തുടങ്ങിയ മേഖലകളിലെ തങ്ങളുടെ പ്രായോഗികാനുഭവങ്ങളും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ എങ്ങനെ പുതിയ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നു എന്നതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു. ഭാവിയിൽ വരാനിരിക്കുന്ന തൊഴിൽ സാധ്യതകൾ പുതിയ തലമുറയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് MN നാരായണൻ, ഉമ്മർ പാലക്കാത്ത് എന്നിവർ സംസാരിച്ചു. ഇവിടെ നിന്നും ഏകദേശം ആയിരക്കണക്കിന് കുട്ടികളാണ് അവരുടെ കരിയർ ഈ സ്ഥാപനത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടി ബെറ്റർ എംപ്ലോയിക്ക് എവിടെയും പറയാൻ പറ്റും. ബെറ്റർ എംപ്ലോയിയുടെ കുട്ടികളാണ് നമുക്ക് ചുറ്റും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ അഭിമാനമുണ്ട്. ഇന്ന് നമ്മൾ പുതിയ ബാച്ചിൻ്റെ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. നമ്മൾ 2002 മുതൽ പ്രവർത്തിക്കുന്നു. എല്ലാ വർഷവും റെഗുലർ ബാച്ചസ് ഉണ്ട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ട് നമുക്ക് വളരെ ലൈവായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അതുവഴി ഇക്കഴിഞ്ഞ ബാച്ചിൽ വരെ നല്ല രീതിയിൽ നമുക്ക് പ്ലേസ്മെൻറ്റുകളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള 2ാം ബാച്ചിന്റെ അഡ്മിഷൻ തുടരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ഫാക്കൽറ്റി അംഗങ്ങളായ അബ്ദുൾ റഹീം, പ്രദീപ്, സരള എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റജീന നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബിസിനസ് ഡെസ്ക്, മീഡിയ വിഷൻ.